ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ക്രാഫ്റ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ലീഫ് എന്ന് പറയുന്ന നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പോൾ ലീഫ് വെച്ചിട്ടുള്ള രണ്ട് വെറൈറ്റി ഇൻഡിപെൻഡൻസ് ഡേ ക്രാഫ്റ്റ് വേണം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ലീഫും ന്യൂ ബോൺ ബേബീസിൻ്റെ ക്യാപ്പ് വാങ്ങിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഒരു കട്ടി കൂടിയിട്ടുള്ള പേപ്പറുമാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ട്രൈ കളറാണ്. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ലീഫിനെ ഈ ഒരു രീതിയിലൊന്ന് ഷേപ്പാക്കി എടുക്കാം. നമുക്ക് ഏത് സൈസിലാണ് വേണ്ടത് ആ സൈസിലോട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ട്രൈ കളറ് ഇതുപോലൊന്ന് ലീഫിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓറഞ്ച്, വൈറ്റ് ആൻഡ് ഗ്രീൻ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ പെയിൻറ്റ് അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഈ ഒരു കട്ടിയുള്ള പേപ്പറിലേക്ക് ഇതുപോലെ ലീഫൊന്ന് പ്രിൻ്റ് ചെയ്തെടുക്കാം കേട്ടോ. കൈകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പൊക്കിയെടുക്കുമ്പോൾ ആ ഒരു ലീഫിൻ്റെ പ്രിൻ്റ് നല്ല രീതിയിൽ തന്നെ ആ ഒരു പേപ്പറിലേക്ക് പതിഞ്ഞിട്ടുണ്ടാവും. നെക്സ്റ്റ് വീണ്ടും ഈ ഒരു രീതിയിൽ തന്നെ പെയിൻറ്റുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ പ്രിൻ്റ് ചെയ്തെടുക്കുക കേട്ടോ. അടിയിൽ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ബേസ് പേപ്പർ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം. റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിലെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ആർച്ചിൻ്റെ ഷേപ്പിലുള്ളത് വേണമെങ്കിൽ ആർച്ചിൻ്റെ ഷേപ്പിലെടുക്കാം, ഹാഫ് റൗണ്ട് വേണമെങ്കിൽ ഹാഫ് റൗണ്ട് എടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഈ ഒരു ഷേപ്പ് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷേപ്പ് തന്നെ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ളത് എടുക്കുക. ഇത് കൊച്ചു കുട്ടികൾക്കൊക്കെ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ക്രാഫ്റ്റ് കൂടിയാണ് കേട്ടോ. അപ്പോൾ മക്കളെ കൊണ്ടൊക്കെ ഒന്ന് ചെയ്യിച്ച് നോക്കാം കേട്ടോ. ഇൻഡിപെൻഡൻസ് ഡേക്ക് അവർക്ക് ക്ലാസ്സിലേക്കൊക്കെ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ ഇത് പ്രിൻ്റ് ചെയ്യുമ്പോൾ പെയിൻറ്റ് നല്ല രീതിയിൽ അപ്ലൈ ആയിട്ടുണ്ടോ താഴെ എന്നുള്ളതും ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് മാത്രം ഫുള്ളായിട്ട് പൊക്കിയെടുക്കുക. ഇതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു അശോക ചക്രമാണ്. അപ്പോൾ അശോക ചക്രം വരയ്ക്കുന്നതിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വേണമെങ്കിൽ ഞാൻ മുകളിൽ ഐ കാർഡിൽ കൊടുത്തേക്കാം കേട്ടോ. എങ്ങനെയാണ് 24 ലൈൻസും കറക്റ്റ് ആ ഒരു ഡിസ്റ്റൻസിലൊക്കെ വരണേ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ അത് വളരെ യൂസ്ഫുള്ളായിരിക്കും. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ആ ലീഫിൻ്റെ ഷേപ്പിൽ താഴെ വെച്ചിട്ടുള്ള ആ ഒരു ബേസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ വർക്ക് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത്രേ ഉള്ളൂ കേട്ടോ ഈ ഒരു ക്രാഫ്റ്റ്. വളരെ സിമ്പിളല്ലേ? അപ്പോൾ ഇത് ട്രൈ കളർ ഫ്ലവറായിട്ടും അതുപോലെ തന്നെ ഡാൻസിനൊക്കെ ഹെയർ ബാൻഡിൽ ഫിക്സ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ക്രാഫ്റ്റ് കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്രാഫ്റ്റ് കാണാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ളൊരു വട്ടയിലാണ്. അപ്പോൾ ഈ ഒരു വട്ടയിലയിലേക്ക് നമുക്ക് ട്രൈ കളർ ആർട്ട് ചെയ്താലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓറഞ്ച്, വൈറ്റ് ആൻഡ് ഗ്രീൻ കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഗ്രീൻ ലീഫ് ആയതുകൊണ്ട് തന്നെ ആ കറക്റ്റ് ലീഫിൻ്റെ കളറിലുള്ള ഗ്രീൻ അല്ല ഞാൻ എടുത്തിട്ടുള്ളത്. പകരം ലൈറ്റ് കളറിലുള്ള ഗ്രീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കാം. അപ്പോൾ ഒരു മനുഷ്യനെയാണ് ഇതുപോലെ ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ആ ഒരു തലയും അതിൻ്റെ ബോഡി പാർട്ടും മുകളിലുള്ള ബോഡി പാർട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അത് വരച്ചിട്ടുള്ളത് ഓറഞ്ച് കളർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. നെക്സ്റ്റ് താഴേക്കുള്ള ഭാഗം ഞാൻ വരച്ചിട്ടുള്ളത് മിഡിൽ പോർഷൻ വൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ബോർഡേഴ്സ് പോയിൻറ്റഡ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം വലിയ ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഉള്ളിൽ കളർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ താഴെയുള്ള ഗ്രീൻ പാർട്ടും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു അശോക ചക്രമാണ് കേട്ടോ. അപ്പോൾ അശോക ചക്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഡാർക്ക് ബ്ലൂ കളർ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പിന് വേണ്ടിയിട്ട് ഏതെങ്കിലും അടപ്പിൻ്റെ ചുറ്റിനായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒരു പെയിൻറ്റ് അപ്ലൈ ചെയ്യുക. അതിനുശേഷം അത് നമ്മുടെ ഇലയിലേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു അടയാളം നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ബ്രഷ് യൂസ് ചെയ്തിട്ട് റൗണ്ട് വരയ്ക്കുക. അതിനുശേഷം 24 ലൈൻസും കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ? എത്ര സിമ്പിളായിട്ട് നമുക്ക് വരക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. അശോക ചക്രത്തിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ലീഫിലേക്ക് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്നുകൂടി എഴുതി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓറഞ്ച് യൂസ് ചെയ്തിട്ട് ഹാപ്പി എന്ന് ഇതുപോലെ എഴുതി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൈറ്റ് കളർ യൂസ് ചെയ്തിട്ട് ഇൻഡിപെൻഡൻസ് എന്ന് എഴുതി കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഡേ എന്നുള്ളത് ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ എഴുതാനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് പോയിൻറ്റഡ് ബ്രഷാണ്. 00 സൈസിലുള്ള പോയിൻറ്റഡ് ബ്രഷാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കുട്ടി ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ചെയ്യാൻ വളരെ സിമ്പിളും എന്നാൽ കാണാൻ നല്ല അടിപൊളി ലുക്കിലുള്ളൊരു ക്രാഫ്റ്റാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ ഈ 2 ക്രാഫ്റ്റുകളിൽ ഏത് ക്രാഫ്റ്റാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.